മാരുതി സുസുക്കി ഈയടുത്ത് വിക്ടോറിയസ് എന്നൊരു SUV ലോഞ്ച് ചെയ്യുകയുണ്ടായി. മാരുതി സുസുക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വാഹനത്തെ ലോഞ്ച് ചെയ്യുന്ന ദിവസം തന്നെ ആ വാഹനത്തിന്റെ സേഫ്റ്റി റേറ്റിംഗ് പുറത്തുവിട്ടു എന്ന ഖ്യാതിയും ഈ വിക്ടോറിയസ് എന്ന SUVക്കാണ് കിട്ടിയത്. ഈ വിക്ടോറിയസ് എന്ന SUVയെ മാരുതി സുസുക്കി ഭാരത് എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഈ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിക്ടോറിയസ് SUVയെ പപ്പടം റീലോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കളിയാക്കിയിരുന്നു. എന്നാൽ മാരുതി സുസുക്കി ഈ വാഹനത്തെ ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്ലോബൽ എൻക്യാപ്പിലും ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് ഈ വിക്ടോറിയസ് SUVക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ വിക്ടോറിയസ് എന്ന SUVക്കാണ്. അഡൾട്ട് സേഫ്റ്റി റേറ്റിംഗിൽ 33.72 ഔട്ട് ഓഫ് 34ഉം ചൈൽഡ് സേഫ്റ്റി റേറ്റിംഗിൽ 41 ഔട്ട് ഓഫ് 49ഉമാണ് വിക്ടോറിയസ് എന്ന SUVക്ക് ലഭിച്ചിരിക്കുന്നത്. ഗ്ലോബൽ എൻക്യാപ്പിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി റേറ്റിംഗ് വാങ്ങിയിരുന്ന ഹാരിയറും സഫാരിയും 2ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്.